നമ്മളിപ്പോൾ ഉള്ളത് ഹൈദരാബാദ് ഹൈവേയുടെ ഏതോ ഒരു സൈഡിലാണ്. അപ്പോൾ ഹൈദരാബാദിലേക്ക് ഇനി ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. അപ്പോൾ നമ്മളിവിടെ രാവിലെ ഡീസലൊക്കെ അടിച്ച് വണ്ടി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. രാവിലെ വണ്ടിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. അപ്പം ഗ്ലാസും മാറ്റും ഒക്കെ എടുത്ത് കുടയും ക്ലീനൊക്കെ ചെയ്യുകയും ചെയ്തോ. ആദ്യം നമുക്കുണ്ടല്ലോ മാറ്റ് കുടഞ്ഞിട്ട് ഗ്ലാസ് തുടയ്ക്കാം. ഗ്ലാസ് തുടയ്ക്കുമ്പോൾ കുറച്ച് തൂങ്ങി നിൽക്കണം, അതുകൊണ്ട് എനിക്ക് ഇത്തിരി മടിയാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ, മാറ്റ് കുടഞ്ഞിട്ട് ഗ്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഏരിയയിലെ മാറ്റ് സെറ്റ് ചെയ്യാം. അടുത്ത ദിവസം തൊട്ട് ഇതൊക്കെ തന്നെ എനിക്ക് ചെയ്തോണം കേട്ടോ. അടുത്ത ദിവസം തൊട്ടല്ലേ ചെയ്തേക്കാം. ഇന്നെന്തായാലും കാണിച്ചു തരണമല്ലോ. മാറി നിന്നോ പൊടി വീടുണ്ടെങ്കിൽ. ഇതാകുമ്പോൾ വലിയ പൊടിയില്ല, വലിയ പൊടിയുണ്ട്. ഇത് കൂട്ട് മാറ്റായതുകൊണ്ടുണ്ടല്ലോ ഇതിൽ പൊടി എന്തായാലും ഇടിച്ചാലും പോത്തില്ല. ഞാൻ ഇതിപ്പോൾ പൊടി കുളിക്കും, കാറ്റ് വീശുന്നുണ്ട്. നന്നായിട്ട് കുടഞ്ഞോ. ഇത്ര നേരം വരികയില്ലായിരുന്നേ. ഞാൻ പറഞ്ഞ് മിഠായി തരാമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ദാവേ വന്ന്. അമ്മ എന്നാ അമ്മ കഴിക്കാൻ മുട്ട, ഏത്തപ്പഴം, ഗ്രീൻ ടീ, ബദാം, കാഷ്യൂ. ഒരേ മതി. ലൈറ്റ് ഫുഡ് ആണല്ലോ. അതാണ് നല്ലത്. ഇതേ എങ്ങനെ ഗ്ലാസ് ക്ലീൻ ചെയ്യും? ഗ്ലാസ് കുറച്ച് ഞാൻ താഴേന്ന് ബാക്കി അകത്തുന്നു. അതെ, അല്ലാണ്ട് നമുക്ക് എത്തത്തില്ല, ഹൈറ്റില്ലേ. കയറി നിന്നാലും അത്ര സുഖം പോരാ. അതെ, ലോറിയാണെങ്കിൽ പിന്നെ സുഖമായിരുന്നു. ആ ലോറി കുറച്ചുകൂടി സ്ഥലമുണ്ട് കയറി നിൽക്കാൻ. ഇതിലൊരു സുഖമില്ല കയറി തുടയ്ക്കാനായിട്ട്. ഇനി നമ്മൾ അകത്തോട്ട് പോകും. അതെ, പൊക്കമില്ലാത്തതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഇങ്ങനെയാണ് ഗ്ലാസ് തുടയ്ക്കണേ. അപ്പോൾ വണ്ടിയൊക്കെ ഫുള്ള് രാവിലെ സെറ്റാക്കി. പുത്തേക്ക് ഫാമിലി വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ വെള്ളം നിറയ്ക്കാൻ പോവാ. നിങ്ങൾക്ക് വെള്ളം നിറയ്ക്കണോ? രാവിലെ പോകുന്നതിന് മുന്നേ കുപ്പിയെല്ലാം നിറച്ച് വെച്ചേക്കാം. ഇത് വീട്ടിൽ നിന്ന് നിറച്ചുകൊണ്ട് വന്ന വെള്ളമാണ്. അപ്പം ഇത് തീരുന്നിടം വരെ മിനറൽ വാട്ടർ കുടിക്കാതെ രക്ഷപ്പെടാം. അത് കഴിയുമ്പോൾ പിന്നെ മിക്കവാറും മിനറൽ വാട്ടർ കൂടി തുടങ്ങേണ്ട വരും. ഒരാൾ അടുത്തത് നിറയ്ക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കും. മോട്ടർ ഇടാം. ഇവിടുത്തെ വെള്ളം വരാനുള്ള മോട്ടർ ഫ്രണ്ടില്ല. പിടിച്ചോണ്ട് നിൽക്കുമോ അത്ര നേരം? ഇന്നലെ ഒരാള് എന്നാ ഇവിടെ ചെറുതായിട്ടൊന്ന് വൈകുന്നേരം വന്ന് ഇവിടെ പണിതിട്ട് ഈ ടാപ്പ് ചെറുതായിട്ടൊന്ന് തുറന്നു വെച്ചിട്ട് പോയി. കുറച്ച് വെള്ളം വീണ് അവിടെ. എന്റെ കയ്യില് വെള്ളം. നിന്റെ കയ്യിലും എന്റെ ചെരുപ്പിലും വെള്ളം വീണു ഇന്നലെ. ദാമി എന്താ രാവിലെ കഴിച്ചേ? എന്ത് ദാമി? മുട്ടയോ? പിന്നെന്താ കഴിച്ചു? ചായ മുട്ട മാത്രമേ കഴിച്ചുള്ളോ? നിർത്താറേ എനിക്ക് പൈപ്പ്. വേറൊന്നും കഴിച്ചില്ല? നമുക്ക് ഉച്ചക്ക് എന്താ വേണ്ടേ? പാർക്കിൽ പോവാനോ? അപ്പൊ മഞ്ഞിൽ പോണ്ടേ? മഞ്ഞിലാണോ? അപ്പൊ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു പോന്നു. പിന്നെ ഞാൻ കുറച്ചു നേരം വണ്ടി ഓടിച്ചു. പിന്നെ ഇതേ ഇപ്പോൾ മമ്മി വണ്ടി ഓടിക്കുന്നു. എന്ത് ദാമി? ദാമിക്കൊന്നുമില്ല അല്ലേ ദാമി? ദാമിയുടെ ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് ദാമി എൻജോയ് ചെയ്യും. ദാമി ആള് ഹാപ്പി ആട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പൊ ദാമി ഇപ്പൊ ഒരു പാട്ട് പാടും. പഠിക്കോ? കേക്കത്തില്ല, സൗണ്ട് ഇല്ല. അതെ, ഉറക്കപ്പാട് അറിയാലോ, ഉറക്കെ പാടിക്കും. ഇവിടെ കുറച്ച് കോട്ടൺ പ്ലാന്റ് നിപ്പുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടേ. ഞാൻ ഇതിന് മുന്നേ വീഡിയോയിലൊക്കെ കണ്ടോളെ, ഇറങ്ങി കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് കോട്ടൺ പ്ലാന്റേഷൻ കാണാം. അപ്പോൾ ഈ നിൽക്കുന്നതെല്ലാം കോട്ടനാണ്. കോട്ടൺ നല്ല പഞ്ഞിമിഠായി പോലെ ഉണ്ട്. അതെ, നല്ല രസമുണ്ടല്ലോ, ഭയങ്കര സോഫ്റ്റാണ്. ഇതുണ്ടല്ലോ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സംഭവം അല്ലേ? കോട്ടൺ പിന്നെ സോഫ്റ്റ് ആണല്ലോ. ഇതാ അങ്ങോട്ടൊക്കെ ഉണ്ട് അതിൻ്റെ ചെടി.
ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഓടി ഒരു റീലൊക്കെ എടുത്താൽ കൊള്ളാമെന്നുണ്ട് അല്ലേ പൊന്നു? എനിക്കില്ല, എനിക്കുണ്ട് സാരി കൊടുത്ത് റീലെടുത്തുള്ളത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഞങ്ങൾ ഇതുപോലെ തന്നെ ലഡാക്കിൽ കൊണ്ടുപോയതാണ് സാരിയൊക്കെ. വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ഞാൻ എടുത്തില്ലായിരുന്നു, ഞാൻ പോയില്ലായിരുന്നു, അത് വേറൊരു കാര്യം. ഞാൻ കൊണ്ടുപോയി അതേപടി തന്നെ തിരിച്ചു കൊണ്ടുവന്നു. ബിക്കോസ് അതിനുള്ള അവസ്ഥയൊന്നും കിട്ടിയില്ല. അവിടെ ചെന്നപ്പോൾ ഓൾറെഡി സിക്നസ് പിടിച്ച് കിടപ്പായി. ഈ പച്ചയ്ക്ക് നിൽക്കുന്നതാണ് ഇതിൻ്റെ കാ. കണ്ടോ ചില ഇതിലൊക്കെ കണ്ടോ, ഇതുണ്ട് പൊട്ടി പൊട്ടൻ ആവുന്നത്. ഇത് അത്യാവശ്യം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നാന്ന് തോന്നുന്നു. ഇവിടത്തെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഈ കുറച്ച് ഭാഷണം ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഇത് നെല്ലെടുക്കുന്ന മെഷീനല്ലേ? ആ, നെല്ലെടുക്കുന്ന മെഷീനല്ല, കൊയ്ത്ത് മെഷീൻ, കൊയ്ത്തന്ത്രം. ഓക്കെ. വീട്ടിലെ വലിയ കുട്ടി ഇരുന്നിട്ട് കുഞ്ഞു കുട്ടിക്ക് പേരയ്ക്ക കൊടുക്കുക. അപ്പോൾ ഈ കാണുന്നതാണ് സാഫ്ലവർ എന്ന് പറഞ്ഞ ചെടിയാണിത്. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ബന്ദി പോലെ ഇരിക്കുന്നത് നഗലേന്ന് കണ്ടപ്പോൾ ഈ കളറ് കാരണം. പക്ഷേ ഇതാണ് സാഫ്ലവർ. അപ്പോൾ ഈ ചെടിയുടെ സീഡിൽ നിന്ന് എണ്ണ എടുക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കാണുമ്പം നല്ല ഭംഗിയുണ്ടെങ്കിലും ഇത് ഫുള്ള് നല്ല മുള്ളാണ് ഇതിൻ്റെ ഇലയിൽ മൊത്തം. ഇലയിലും അതെ, ആ ഇല ഫുള്ള് മുള്ള. അത് കൊള്ളുമ്പോൾ നല്ല വേദനയുണ്ട്, കണ്ടു കഴിഞ്ഞാൽ വലിയ വേദനയിലായിട്ട് തോന്നും. പിന്നെ ഇത് വലിയ ഹൈറ്റൊന്നുമില്ല, ഇതിന് ചെറിയ ചെടിയാണ്. അധികം വെള്ളമൊന്നും വേണ്ടെന്ന് തോന്നുന്നതിന്, കാരണം മണ്ണൊക്കെ നല്ല ഡ്രൈ ആയിട്ടായിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ മുള്ള കാണാൻ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ. പക്ഷെ ഭയങ്കര മുള്ളതിന്, തൊടാൻ പറ്റില്ല. മമ്മി പെട്ടെന്ന് പറപ്പിച്ച് വിടൂ. അതെ, വേഗം പോട്ടെ. അമ്മ ഓടി എത്തുന്നില്ല. ദാമി പെട്ടെന്ന് മഞ്ഞ ഉണ്ടോന്ന് പറ. അവള് കടിയ. നമ്മ എൻജോയ് ചെയ്യാണ് കളിച്ച്. അപ്പം ഞങ്ങൾ സ്ത്രീജനങ്ങളെല്ലാം ഇങ്ങി പോകുന്നു. അതെ അതെ, ഒരു പുരുഷനുണ്ടായിരുന്നതിനെ പുറകെ വിട്ടു. അതെ അതെ, ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇരിക്കുക. അമ്മ ഇത്തിരി മുമ്പ് കുറച്ച് പനന്നുങ്ക ഉണ്ടായിരുന്നു അവിടെ. എനിക്കും വേണം. അടുത്ത സ്റ്റോപ്പിൽ വണ്ടി നിർത്തണ്ടാണെന്ന് അഭ്യർത്ഥിക്കുന്നു. അതെ, നേരത്തെ നോക്കി ഇരുന്നിട്ട് പറഞ്ഞോണം കേട്ടല്ലോ. നോക്കാം. നോക്കി ക്രോസ് ചെയ്യട്ടോ, വണ്ടി വരുന്നുണ്ട്. 50 രൂപ, 50 രൂപ ഒരു കായ്ക്ക് 50 രൂപ. എത്ര വേണം? കുറച്ചൊന്ന് മേടിച്ചോ. അയ്യോ, ഒരു പാത്രം എടുത്തോണ്ട് വരണ്ടായിരുന്നു. പാത്രം എടുത്തോണ്ട് വരാൻ വരായിരുന്നോ? അവരോട് പറ പാത്രത്തെ എടുക്കാൻ നമ്മള്. പാത്രം എന്നൊക്കെ എങ്ങനെ ഇനി ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? അതൊക്കെ മനസ്സിലാക്കിക്കോ കേട്ടോ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. പൊന്നു വരെ തമിഴിൽ പറഞ്ഞ് മനസ്സിലാക്കി. അതെ, ഒക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. വണ്ടിയൊക്കെ ഓടിക്കുമെന്നാ ചോദിച്ചത്. അതെ, എന്തായാലും ചേട്ടനൊക്കെ ഓടിക്കുന്ന ചോദിച്ചു. നമ്മളൊരു എത്രണ്ണം പറഞ്ഞു? 5 4 പറഞ്ഞു. 4 പറഞ്ഞു. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ അകത്തൊരു 3 പീസ് ഉണ്ട്. അതെ, മിനിമം 3 പീസ് വെച്ചുണ്ട്. അമ്മ പാത്രമായിട്ട് വന്നിട്ടുണ്ട്. പാത്രമാകുമ്പോൾ എളുപ്പമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഇവർ പ്ലാസ്റ്റിക് കവറിലായിരിക്കും തന്നെ. ഇതാകുമ്പം ഒറ്റപ്പരിപാടി തീർന്നു. ഓൾറെഡി അവർ മുറിച്ച് വെച്ചേക്കാം, അതുകൊണ്ട് എടുക്കാൻ എളുപ്പമുണ്ട്. ഒന്നോടെ വേണമെങ്കിൽ മേടിച്ചോ. നല്ല മധുരമൊക്കെ ഉണ്ട്. രണ്ടും അമ്മ അവരും രണ്ടെണ്ണ തന്നെ പറയുന്നത്. അമ്മ ആന്ധ്രയൊക്കെ അറിയാം, നമ്മൾ തമിഴോ മലയാളം പറഞ്ഞാലും കുഴപ്പമില്ല, മനസ്സിലാവും. 1 2 ഒക്കെ കുറച്ച് സിമിലറാ. ഇതിന് വെള്ളമുണ്ട്. ആദ്യം വെള്ളം കുടിക്കണം. എന്നിട്ട് പൊന്നു ഞങ്ങളോട് പറഞ്ഞത് ജ്യൂസ് അടിച്ചാൽ നല്ലതാണ്. ഞാൻ ചെന്നൈയിലേക്ക് അയച്ചിട്ടുണ്ട്, പക്ഷെ അത് എന്തിൻ്റെ കൂടെ മിക്സ് എനിക്കറിയില്ല. പാലാണോ അതോ ഐസ് തന്നെയാണോ? ഐസ് ഇത് മാത്രമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ നല്ല സാധനം അത്. അപ്പം ഞങ്ങളിത് ജ്യൂസ് അടിക്കാനുള്ള പരീക്ഷണത്തിന് വേണ്ടിയാണ് ഇപ്പം മേടിച്ചേക്കുന്നത്. മിക്കവാറും ജ്യൂസ് അടിക്കാൻ കിട്ടൂല, അതിന് മുന്നേ തന്നെ കഴിച്ചു തീർക്കും. എത്ര രൂപയായി? 300 രൂപ. ഒരെണ്ണത്തിന് 50 വെച്ച്, നമ്മൾ 6 പറഞ്ഞു. നോക്കി ഇപ്പോഴേ കഴിച്ചു തുടങ്ങാതെ പോ. ഞാൻ കരുതി അമ്മ കഴിക്കാൻ തന്നാന്ന്. ഇതേ ഫ്രിഡ്ജ് വെച്ചിട്ട് കഴിക്കാന്നല്ല എനിക്കിഷ്ടം കേട്ടോ, കുറച്ച് ചെറുതായിട്ട് തണുപ്പൊക്കെ ആയിട്ട് അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ 2 എടുത്ത് ഫ്രിഡ്ജ് വെക്കുക.
നിങ്ങൾക്ക് ആക്കിലും വെക്കണം? വേണ്ട വേണ്ട. അല്ല വെച്ചോ, എനിക്കൂടെ ഉള്ള വെച്ചോ. കുറച്ച് തണുത്തിട്ട് എടുക്കാം, ഇപ്പൊ അവിടെ കുറച്ച് ചൂടല്ലായിരുന്നു. അതെ. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകണോ? അല്ല എന്താ, ഞാൻ എന്റെ അൺഎംപ്ലോയ്മെന്റ് ഫേസ് ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ രാജസ്ഥാൻ വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഹിമാചലിൽ കയറും, എന്നിട്ട് ഞങ്ങൾ രാജസ്ഥാനിൽ പോകും, എന്നിട്ട് ഞങ്ങൾ ഉദയ്പൂർ, ജയ്സാൽമീർ അങ്ങനെ എല്ലായിടത്തോടെ കറങ്ങും. എല്ലായിടവും കറങ്ങണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. അത് തന്നെ, ഞങ്ങളുടെ കൂടെ അൺഎംപ്ലോയ്മെന്റ് ഫേസിൽ അടുത്ത ആളാണ്. ഞാനും അച്ഛമ്മയാണ് വീട്ടിലെ അൺഎംപ്ലോയിഡ് ആൾക്കാർ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പഠിക്കാനും ഒന്നുമില്ല. അപ്പൊ ഞങ്ങള് ബ്രേക്കിന്റെ ഇടയ്ക്ക് നിൽക്കുകയാണ്. ബാക്കി നേരം പഠിക്കാൻ പോകുന്നുണ്ട്. ദാമി ഒരു അംഗൻവാടി പോകുന്നുണ്ട്. ഒരു 3-4 മാസം കൂടെ കഴിയുമ്പോൾ ഞാനും വരുന്നതായിരിക്കും ആ ഫേസിലോട്ട്. അതെ, ദാമി അംഗൻവാടിയിൽ ലീവ് എടുത്താ വന്നേക്കുന്നത്. അപ്പൊ ഗൈസ് 3-4 മാസം കഴിയുമ്പോൾ ഇവളും ജോയിൻ ചെയ്യും. പക്ഷെ അപ്പോഴത്തേക്കും ചേച്ചിക്ക് ജോലി കിട്ടും. അപ്പോഴത്തേക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ 3-4 മാസത്തിൽ ഞാൻ അടുത്ത പഠിക്കാൻ പോകും. സോ യാ, അപ്പൊ ഞങ്ങളിപ്പോ ബ്രേക്ക് ആഘോഷിക്കാൻ പോവുകയാണ്. അതെ. അംഗൻവാടി പോണ്ടായിരുന്നോ? എന്താ അംഗൻവാടി പോണ്ട അങ്ങനെ പഠിക്കണേ? വേണ്ടാത്തോണ്ട്. അയ്യോ, എന്താ ചെയ്യാ? അടുത്ത വർഷം തൊട്ട് സ്കൂളിൽ പോകും. സ്കൂളിൽ പോയല്ലേ ദാമി? അടുത്ത വർഷം തൊട്ട് സ്കൂളിൽ പോയല്ലേ ചേട്ടാച്ചിന്റെ കൂടെ? ദാമീനെ ഞങ്ങള് സ്കൂളിൽ ഇന്റർവ്യൂവിന് കൊണ്ടുപോയിട്ട് സ്കൂളിലെ പാർക്കൊക്കെ കാണിച്ചിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നേക്കുന്നത്. ഇല്ലേ പോകത്തില്ല. അപ്പൊ ഡെയിലി പാർക്കിൽ പോകാൻ പറ്റുന്ന സ്കൂളാന്ന് പറഞ്ഞാണ് ഞങ്ങൾ കൊണ്ടുപോയി വിടുന്നത്. മടിച്ച് നിങ്ങൾ ഇന്റർവ്യൂവിന് പോയപ്പോഴേ ദാമിക്കുട്ടിയുടെ പേര് പറയണമെന്നൊക്കെ പറഞ്ഞില്ലേ പോയത്? എന്നിട്ട് ദാമിക്കുട്ടി അവിടെ ചെന്നപ്പോ ദാമിക്കുട്ടിയുടെ അച്ഛയുടെ പേരാണല്ലോ പറഞ്ഞത്. ഞങ്ങൾ ചോദിച്ചു വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയുമ്പോ ദാമി എന്ന് പറഞ്ഞു. വാട്ട് ഈസ് യുവർ നെയിം ദാമി? അച്ഛല്ല, വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ദക്ഷ എന്ന് പറയണോന്ന് പറഞ്ഞു. അപ്പൊ ദാമി അതിന് പകരം വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചപ്പോൾ രാജേഷ് എന്ന് പറഞ്ഞിട്ട് പോന്നു. ഒന്നുകൂടെ പേര് ചോദിച്ചപ്പോ അവരോട് പറയാം ഒന്ന് പറഞ്ഞല്ലേ, നീ എന്തിനാ ചോദിക്കണേ? ഞങ്ങള് ദാമി പ്രിൻസിപ്പളിനെ ഒക്കെ കണ്ട് പേരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാ തിരിച്ചു പോകുന്നത്. വണ്ടി ഓടിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം എപ്പോഴാമേ? സമയം എനിക്ക് രാത്രിയില് സന്ധ്യ കഴിഞ്ഞിട്ട് പാട്ടൊക്കെ വെച്ചിരുന്ന് കേട്ട് വണ്ടി ഓടിക്കാൻ ഇഷ്ടം. എനിക്ക് എപ്പോഴാണ് ഏറ്റവും ഇഷ്ടം അറിയോ? എനിക്ക് ഇന്ന് രാവിലെ ഇപ്പൊ നമ്മള് വണ്ടി ഫുൾ ടൈം കഴിയുമ്പോ ഓടിക്കാൻ നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ നമ്മളിങ്ങനെ പാരലൽ ഡിസ്റ്റൻസ് TMT എന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് ഹയസ്റ്റ് ഇത് കാണിക്കുമല്ലോ, അപ്പൊ നല്ല രസമല്ലേ? ഒരു മനസ്സ് ഫുൾ ടൈം ഡീസൽ കാണുമോ? അതല്ലേ എനിക്കിഷ്ടമാണ്. ഗോപു ഓടിപ്പോയ പനമങ്ക് എടുത്തോണ്ട് വരൂ. അതിന്റെ ഒരു മറന്നുപോയല്ലേ? മറന്നുപോയി. കുറച്ച് ചേച്ചിക്കും കൂടെ പൊളിച്ചാ നോക്കിയിരുന്നോ? ഇപ്പൊ കൊണ്ടുതരാവേ. ചുമ്മാ ചെറിയ ഉറക്കക്ഷീണത്തിലാണോ? ചെറുതായിട്ടൊക്കെ ഉറക്കം വരുന്നുണ്ട്. എന്നാലും ഇപ്പോഴൊന്നും ഉറങ്ങണ്ട, കഴിച്ചിട്ടൊക്കെ ഉറങ്ങാം. കഴിച്ചിട്ടൊരു 10 മണിയൊക്കെ 10:30 ആയിട്ട് ഉറങ്ങിയാൽ മതി. അതുവരെ കാഴ്ചയൊക്കെ കണ്ടിരുന്നോ? ദാമക്കുട്ടി ഉറങ്ങിപ്പോയേ? ദാമക്കുട്ടി ഉറങ്ങിപ്പോയി. അവള് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അച്ഛ ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് വന്നു. അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങി. പനന്നുങ്ക് വേണോ? എനിക്കിനി വേണ്ട. വേണ്ടേ? തണുപ്പല്ലേ? ഞാനത് എടുക്കാൻ പോവാ. എവിടെ വെച്ചാ? ഫ്രിഡ്ജ് വെച്ചേക്കല്ലേ? ഫ്രിഡ്ജ് വെച്ച് ചെറുതായിട്ട്. ഫ്രീസറിലൊന്നുമല്ല, ചുമ്മാ വെച്ചോളൂ. ചെറുതായിട്ട് തണുപ്പുണ്ടാവുന്നുള്ളൂ. എടുക്ക്, ചെറുതായിട്ട് നോക്കാം. വേണേ ഇപ്പൊ പറയണം, പിന്നെ തീർന്നു പോയാൽ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛന് വലിയ താല്പര്യം ഇല്ല, അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ മതി. അത് ഈ ഉച്ച സമയങ്ങളിലൊക്കെയാണ് നല്ല ചൂടുള്ള സമയങ്ങൾ. പക്ഷെ ആ വെയിലത്ത് അത് മേടിച്ചോണ്ട് എന്തൊരു ചൂടായിരുന്നു. അപ്പൊ കഴിക്കാൻ തോന്നണ്ടേ അതൊന്ന്? ഇപ്പൊ പക്ഷെ തണുപ്പായില്ലേ? ചെറിയ തണുപ്പുണ്ട് വെളിയില്, കാറ്റൊക്കെ ഉണ്ടല്ലേ. ഇതേ ചെറിയ തണുപ്പുണ്ട്, കുറച്ച് കട്ടിക്കായിരിക്കുന്നേ. കുറച്ചൊന്ന് തണുപ്പ് പോട്ടെ, പൊളിച്ചിട്ട് തരാം, ധൃതി പിടിക്കാതെ. പെട്ടെന്നാട്ടെ. ആദ്യം ഈ സാധനം കഴിക്കുമ്പോ ഉണ്ടല്ലോ ഇഷ്ടമായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആദ്യം തമിഴ്നാട്ടിൽ പോകുമ്പം എന്തൊരു സാധനം ഇത്, കരിക്ക ഇതിന് നല്ലതെന്ന് പറഞ്ഞോണ്ടാണ്. കരിക്കിന്റെ വേറെ എടുക്കത്ത് വരില്ല എന്നുള്ള വൈബായിരുന്നു. ഇപ്പൊ പക്ഷേ ഈ സാധനം ഭയങ്കര ഇഷ്ടം. അതെ. അപ്പൊ ഇന്ന് നമ്മള് ബാഹർ കാക്കാനെയാണ് കഴിക്കുന്നത്. വെളിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. കാരണം ഇന്ന് കുക്ക് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പൊ നമ്മള് പോകാനുള്ള തിരക്കിൽ വഴി നിർത്തി കുക്ക് ചെയ്ത സമയമൊന്നും കളഞ്ഞില്ല. രാവിലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. ഇനിയിപ്പം വൈകുന്നേരം ഓർഡർ ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ഇവിടെ അടുത്ത് കടയൊന്നുമില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത്. വരുന്നതേ ഉള്ളൂ ഫുഡും കൊണ്ടാൾ. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. പ്രേതായോ? വല്ലുവനാണോ? അല്ല ദാമി എന്താ പറഞ്ഞേ? മിഠായി കൊണ്ടാടേ പറഞ്ഞു.
തനിക്ക് പല്ലുവേന എടുക്കും മിഠായി കഴിക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. ചേട്ടന്മാരുടെ മൊത്തം കഴിച്ചോളാം ഞാൻ ഇന്നലെ. വൈകുന്നേരം അതെ ഒരാൾ സീരിയല് കാണാൻ ഇരുന്നിട്ടുണ്ട്. കാർട്ടൂൺ കാണുന്ന സമയം ദാമിയുടെ. ഏത് കാർട്ടൂണാ ദാമി കാണുന്നേ? പേര് പറ. ഈ പേരറിയില്ലേ ദാമിക്ക്? പേര് പറ. പേര് പറഞ്ഞേ ഓർക്കെ. ഏതാ? ആരാ? മിസാളി. മിസാളി. ടോമാഞ്ചറി അല്ലേ ഇത്? അച്ഛമ്മ വേറൊന്നും കഴിക്കുന്നില്ലേ? പഴമുള്ളോ? ഇല്ല, പഴം മതി. വേണ്ട. അച്ചമ്മയ്ക്ക് പഴവും കടുങ്കാപ്പി. ലൈറ്റ് ഫുഡ്. ഉറങ്ങാൻ പോകണം എന്നിട്ടോ? പിന്നെ വെള്ളം പോവാ. അങ്ങനെ കാത്തിരുന്ന് റൊട്ടിയും ചിക്കനും എത്തിയിരിക്കുന്നു. അതെ, അമ്മ വാ കഴിക്കാം. വാ. മേശ വേണ്ട, കൈ പിടിച്ചു കഴിക്കാം. സീറ്റിലിട്ടിരുന്നാ മതിയല്ലോ. മേശയൊക്കെ എന്തിനാ ഇനി? അതെ. കഴിക്കാന്ന്. വാ. വീട്ടില് പണിയെടുക്കാത്ത ഒരാളാ, പാത്രം കഴുകുന്നു. നല്ല എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രശംസിക്കാനുള്ളതിന്. വീട്ടിലെ വെള്ളം നല്ല വെള്ളം ആയതുകൊണ്ട് തീർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുറച്ചെടുത്ത് ഉപയോഗിച്ച് തീർക്കുന്നത്. പഴം വേണോ ആർക്കേലും? പഴമൊന്നും വേണ്ട, ഫുള്ള്. എനിക്ക് വയറ് ഫുള്ളായി, എനിക്കിനൊന്നും വേണ്ട. അപ്പോൾ സമയം ഇപ്പം 3 മണി കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ ഒരു പമ്പിൽ കൊണ്ടുവന്ന് ഒതുക്കി. ഇനിയിപ്പോൾ നാളെ രാവിലെ പോവാം. തണുപ്പായി തുടങ്ങി ഭയങ്കരമായിട്ട്. നന്നായിട്ട് തണുപ്പൊക്കെ തണുപ്പടിച്ചു തുടങ്ങി. വെളിയിൽ ഇറങ്ങിയില്ലല്ലോ. ഞാനിപ്പോ വെളിയിൽ ഇറങ്ങിയിട്ടെന്നാവോ. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്. എന്നിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാം. എന്നിട്ട് നാളെ തുടങ്ങാം രാവിലെ.